മാധ്യമപ്രവർത്തകർക്കെതിരെ ഭീഷണിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബി.ജെ.പിയെ അപകീർത്തിപ്പെടുത്തിയാൽ ഒരുത്തനെയും വെറുതെ വിടില്ലെന്നാണ് കെ സുരേന്ദ്രന്റെ ഭീഷണി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ശ്രീരാജ് ബാബുവിന്റെ വിവരങ്ങളുമായി. ശ്രീരാജ്, സത്യം പറഞ്ഞതിന് ഒരാളെയും വെറുതെ വിടില്ലെന്നുള്ള ഭീഷണി വന്നിരിക്കുന്നു, അതും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന്. പേടിക്കണോ? സേതു, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും മാധ്യമപ്രവർത്തകർക്ക് വലിയ ഒരു ഭീഷണി സ്വരത്തോടുള്ള ഒരു മറുപടിയായിരുന്നു. ബി.ജെ.പിക്കെതിരെ അല്ലെങ്കിൽ ബി.ജെ.പിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരുത്തനെയും വെറുതെ വിടില്ല എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. വലിയ രീതിയിലുള്ള ഭീഷണി തന്നെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇദ്ദേഹം നടത്തുന്നത്. ബി.ജെ.പി. എന്ന് പറയുന്ന പ്രസ്ഥാനം ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. അതിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് വ്യാജ വാർത്ത നൽകാൻ ശ്രമിക്കുന്നു എന്നെല്ലാമുള്ള കെ സുരേന്ദ്രന്റെ ആരോപണം. അത്തരത്തിൽ ബി.ജെ.പി. അപമാനിക്കാൻ ശ്രമിക്കുന്നവരെയൊന്നും വെറുതെ വിടില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ മാധ്യമങ്ങളെ ഭീഷണിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കള്ളവാർത്തകൾ കൊടുത്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ലെന്നാണ് കെ സുരേന്ദ്രന്റെ ഭീഷണി വന്നിരിക്കുന്നത്. പലപ്പോഴായും പല രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങൾക്കെതിരെയെല്ലാം എന്തെങ്കിലും വിമർശനമൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയ വിമർശനമൊക്കെ ഉന്നയിക്കുന്ന ആളുകളൊക്കെ തന്നെയായിരുന്നു ഈ കെ സുരേന്ദ്രനൊക്കെ തന്നെ. അതുപോലെയുള്ള ബി.ജെ.പി. നേതാക്കളെല്ലാം തന്നെ മാധ്യമപ്രവർത്തകർ മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി പലപ്പോഴും വലിയ ഘോരഘോരം പ്രസംഗിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ കെ സുരേന്ദ്രനൊക്കെ തന്നെ. അപ്പോൾ ബി.ജെ.പിക്കെതിരെ ഒരു വാർത്ത വന്ന ഘട്ടത്തിൽ ഇപ്പോൾ ആ പഴയ കഥകളെല്ലാം അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം പൊടുന്നനെ മറന്നുപോയി. അതെല്ലാം മറന്നിട്ട് ഈ സ്വന്തം പ്രസ്ഥാനത്തിനെതിരെയുള്ള ഒരു വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ അത് വലിയ ഭീഷണിയിലേക്കും അല്ലെങ്കിൽ വിരട്ടി മാധ്യമങ്ങളെ നിലക്കി നിർത്താവുന്ന ഒരു രീതിയിലേക്കുമൊക്കെ കെ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതൊന്നും വലിയ എന്താ പറയട്ടെ ഒരു വലിയ ഭീഷണിയൊന്നും അല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതുപോലുള്ള വാർത്തകൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ വരുമ്പോഴും അവരുടെ എല്ലാ നേതാക്കളും തീർച്ചയായും ഒരു ഭീഷണിയായിട്ട് എടുക്കുന്നുമില്ല. ഇനിയും വാർത്തകൾ വന്നാൽ കൊടുക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട.